സഹോദരങ്ങളെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നമ്മൾ നമ്മുടെ കുടുംബവുമായി ഒരു യാത്ര പോവുകയാണ്, നടന്നു പോവുകയാണ്. പെട്ടെന്ന് മഴ വന്നപ്പോൾ ഒരു വലിയ പടർപ്പുള്ള ഒരു മരത്തിൻ്റെ ചുവട്ടിലേക്ക് നമ്മൾ കയറി നിന്നു. കാറ്റ് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കുടുംബമൊത്ത് മഴ തോരുന്നത് കാത്തു നിൽക്കുമ്പോൾ അതുവഴി കുടയൊക്കെ ചൂടി ഒരാൾ വന്നു, പ്രായമുള്ള ഒരാൾ. നമ്മളോട് പറയും, മക്കളെ, നിങ്ങൾ ഇതിൻ്റെ മൂട്ടിൽ നിൽക്കുന്നത് അത്ര നല്ലതല്ല, ഇത് അപകടം പിടിച്ച അവസ്ഥയാണ് ഈ മരം. നിങ്ങൾ ഇതിൻ്റെ മറുവശത്ത് വന്നൊന്ന് നോക്കി, അല്ല മുകളിലേക്ക് നോക്കിയാൽ ചില്ലകൾ പലതും കേട് വന്നിരിപ്പുണ്ട്. ഇലച്ചിലൊക്കെ ഉണ്ട്, പച്ചിച്ച് നിൽക്കുന്നു. പക്ഷെ മറു സൈഡ് കേട് വന്ന് ഒരു കാറ്റിൻ്റെ സഹായത്താൽ അത് ഒട്ടിഞ്ഞ് മൂടോടെ പോകാനും അല്ല ശിഖരങ്ങൾ തകർന്ന് വീഴാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു നിമിഷം പിന്നെ നമ്മൾ ആ മരത്തിൻ്റെ മൂട്ടിൽ നിൽക്കുമോ? അത് നിൽക്കില്ല. നമുക്ക് ഓടി മാറാനിട്ട് സ്ഥലവുമുണ്ട്. അതിൻ്റെ എത്ര 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 ഇരട്ടി പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഈ ജലബോംബ്. ഈ മുല്ലപ്പെരിയാർ അണക്കെട്ട് വെറും 60 വർഷം മാത്രം ആയുസ് പറഞ്ഞിരുന്ന ആ അണക്കെട്ട് 60 കഴിഞ്ഞിട്ട് വീണ്ടും 60 കൂടെ കഴിഞ്ഞ് വീണ്ടും ഒരു 10 വർഷം കൂടെ ആകും. നമ്മൾ ഇത് തലയിൽ വെച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇത് വെച്ച് കിടന്ന് ഉറങ്ങുകയാണ്. എങ്ങനെ സമാധാനത്തിന് ഉറങ്ങാൻ സാധിക്കും? നമുക്ക് ഈ ഡാം തകർന്നു കഴിഞ്ഞാൽ ഓടി മാറാൻ ഒരു സ്ഥലവുമില്ല. ആ മരത്തിൻ്റെ മൂട്ടിൽ നിന്ന് മാറാൻ സ്ഥലമുണ്ടായിരുന്നു. മറ്റേത് എങ്ങോട്ടും മാറാനൊക്കില്ല, കാരണം പാഞ്ഞു വരുന്നത് വെള്ളമാണ്. അത് എത്ര ജില്ലകളെ മുക്കിക്കൊണ്ട് വരികയാണ് അല്ലേ? ആർത്ത് അട്ടഹസിച്ച് സംഹാര താണ്ഡവമാടി പരന്നൊഴുകി ഉയർന്നൊഴുകി അല്ലേ? എത്ര നില കെട്ടിടം ഉണ്ട് എന്ന് പറഞ്ഞാൽ അതെല്ലാം മുക്കി തകർത്തുകൊണ്ടായിരിക്കും ഇത് വരുന്നത്. അതിനാൽ നമ്മൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുക. നമ്മളെ രക്ഷിക്കാൻ ആരും വരില്ല, നമ്മൾ മുന്നിട്ടിറങ്ങിയെങ്കിൽ മാത്രമേ ഒക്കൂ. ഇത്രയും ചിന്തിക്കുക. നമ്മൾ കേടായ ഒരു മരത്തിൻ്റെ ചുവട്ടിലോ തകർന്നു വീഴാറായ ഒരു കെട്ടിടത്തിൻ്റെ ചുവരിലോ നമ്മൾ ഒരു നിമിഷം പോലും നിൽക്കില്ല. ബോധമുള്ള ആരും നിൽക്കില്ല. നമ്മൾ മാത്രമല്ല, നമ്മുടെ കുടുംബം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ആകുലതയായിരിക്കും, ആധിയായിരിക്കും. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറും. അതേ പ്രാധാന്യമുണ്ട് ഇതിന് എന്ന് ചിന്തിക്കുക. അത്രയല്ല, ഇത് 10,000-കണക്കിനുമല്ല, ലക്ഷക്കണക്കിനുമല്ല ജീവ അപായം ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ള ചിന്ത നമ്മളെ ഭരിക്കട്ടെ. നമുക്ക് ഉണർന്ന് പ്രവർത്തിക്കാം. താങ്ക് യു.